ഇത് അല്ലൈൻ, മരുഭൂമിയിലെ മരുപ്പച്ച. ഒമാനി നഗരമായ ബുറൈനിയോട് ചേർന്ന് കിടക്കുന്ന അല്ലൈൻ അബുദാബി എമിറേറ്റിലെ രണ്ടാമത്തെ വലിയ നഗരവും ഏറ്റവും വലിയ ഉൾനാടൻ പട്ടണവുമാണ്. അൽ നഹിയാൻ ഭരണകുടുംബത്തിന്റെ ആസ്ഥാനമായിരുന്ന അല്ലൈൻ ഗാർഡൻ സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. നഗരത്തിലെ മരുപ്പച്ചകൾ, പൂന്തോട്ടങ്ങൾ, കൃഷി, മരങ്ങൾ നിറഞ്ഞ വഴികൾ തുടങ്ങി ഒറ്റനോട്ടത്തിൽ ഹരിതാപമായി അനുഭവപ്പെടുന്ന അല്ലൈൻ അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലെ മരുപ്പച്ച തന്നെ. ജബൽ ഹഫീത്തിന്റെ താഴ്വരയിൽ പച്ചപ്പി നിറഞ്ഞ അല്ലൈൻ യുഎയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അല്ലൈനിലെ പ്രകൃതിയും ജീവിത രീതി പോലും മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അബുദാബിയിൽ നിന്നും 160 കിലോമീറ്ററും ദുബൈയിൽ നിന്ന് 120 കിലോമീറ്ററും യാത്ര ചെയ്താൽ അല്ലൈൻ നഗരത്തിലെത്താം. ഹജർ പർവ്വത നിരകളിൽപ്പെട്ട ജബൽ ഹഫീദ് മല അല്ലൈന്റെ പരിസ്ഥിതിയെ ഏറെ സ്വാധീനിക്കുന്നു. കടുത്ത വേനലിലും മഴ ലഭിക്കുന്നത് ഈ പ്രദേശത്തിന്റെ മാത്രം അനുഗ്രഹമാണ്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്കും ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവർക്കും അല്ലൈൻ ഇഷ്ടപ്പെട്ട ഇടമായിരിക്കും. ഈ മേഖലയിലെ മരുപ്രദേശങ്ങളിൽ പോലും വേറിട്ട കാഴ്ചയായിരിക്കും. അയൺ ഓക്സൈഡിന്റെ ചുവപ്പ് നിറത്തിലുള്ള വ്യത്യസ്ത ഘടനയുള്ള മൺകൂനകൾ അല്ലൈന്റെ വടക്കും കിഴക്കും സ്ഥിതി ചെയ്യുന്നു. അറേബ്യയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമായ ബദുക്കളിൽപ്പെട്ട ബെനിയാസ് ഉപഗോത്രത്തിന്റെ ഉറവിടം അല്ലൈൻ മേഖലയിലാണ്. പ്രാചീന ഗോത്ര വിഭാഗങ്ങൾ വസിച്ചിരുന്ന അല്ലൈൻ ബുറൈനി പ്രദേശങ്ങൾ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ളതാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണിത്. ഇവിടെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സ്ഥാപകനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. അബുദാബി എമിറേറ്റിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് 1927 മുതൽ 1966 വരെ അല്ലൈൻ പ്രവിശ്യയുടെ ഭരണ ചുമതല വഹിച്ചിരുന്നു. ഷെയ്ഖ് സായിദ് ജനിച്ചതും വളർന്നതും ഇവിടെയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചരിത്രപരമായി പ്രാധാന്യമുള്ള പടിഞ്ഞാറൻ ഹജർ മേഖലയുടെ ഭാഗമായ അല്ലൈൻ പ്രദേശം ഏകദേശം 8000 വർഷങ്ങളായി ജനവാസമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. റുമൈല, ഹിലി, ജബൽ ഹഫീദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മനുഷ്യവാസം കാണിക്കുന്ന പുരാവസ്തു സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല ഹാഫിദ് സംസ്കാരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ തേനീച്ചക്കൂട് മാതൃകയിലുള്ള ശവകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇവിടെ നടത്തിയ ഖനനങ്ങളിൽ മനുഷ്യവാസത്തിന്റെ നിരവധി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2000 അബുദാബി അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചു. 2011 യുനെസ്കോ അംഗീകരിക്കുന്ന യുഎയിലെ ആദ്യത്തെ ലോക പൈതൃക സ്ഥലമായി അല്ലൈൻ മാറി. മരുക്കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി അല്ലൈൻ എക്കാലത്തും സഞ്ചാരികളുടെയും താമസക്കാരുടെയും പ്രിയപ്പെട്ട ഇടമാണ്.